നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി പ്രധാനമന്ത്രി കൊച്ചിയിൽ. മോദിയുടെ വരവിൽ സംസ്ഥാന സർക്കാരിൽ വിവാദം. മുഹമ്മദ് റിയാസിനെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് സർക്കാർ ബഹിഷ്കരിച്ചു. ധീവരസഭാ വേദിയിൽ കടലിന്റെ മക്കളെ കയ്യിലെടുത്ത് നരേന്ദ്രമോദി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നീങ്ങുന്ന കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാസ് എൻട്രി. ആ വരവിൽ കേരളത്തിലെ സർക്കാരിനെ അപ്രസക്തമാക്കാനുള്ള ചില തന്ത്രങ്ങളും വിവാദങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. NH-66ന്റെ 2 റീച്ചുകളുടെ അടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ദേശീയപാത വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതാണ് BJPയുടെ രാഷ്ട്രീയ നീക്കം. കൊച്ചിയിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് മന്ത്രിയെ ഒഴിവാക്കിയത്. ഇതോടെ സംസ്ഥാന സർക്കാർ പരിപാടി തന്നെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കില്ല. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ MP രാജേഷ്, K കൃഷ്ണൻകുട്ടി എന്നിവരെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ തുടങ്ങിയവർക്കും MP-മാരായ ബെന്നി ബെഹനാൻ, ഹൈബി ഈഡൻ, ഉമാ തോമസ് MLA എന്നിവർക്കും ക്ഷണമുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് പുറമെ സംസ്ഥാന മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കില്ല. തന്നെ ഒഴിവാക്കിയത് എന്തിനെന്ന് അറിയില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ ഇന്നേ വരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഒഴിവാക്കിയിട്ടില്ല. ഏതു മുന്നണിയുടെ മന്ത്രിയായാലും ഒഴിവാക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്നും മുഹമ്മദ് റിയാസ് ചോദിച്ചു. സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിക്കാതിരുന്നത് മോശം പ്രവണതയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിയെ ക്ഷണിച്ച പരിപാടിയിലേക്ക് മരുമോനെയും ക്ഷണിക്കണമെന്ന് പറയുന്നത് ശരിയാണോ എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി കേരള എന്ന പേര് കേരളം എന്നാക്കിയത് കേന്ദ്രത്തിലെ NDA സർക്കാരാണെന്ന് അവകാശപ്പെട്ടു. കൊച്ചിയിൽ ധീവരസഭയുടെ പരിപാടിയിൽ സംബന്ധിക്കവേ ആയിരുന്നു പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. കടലിന്റെ മക്കൾക്ക് നമസ്കാരം എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. അഖില കേരള ധീവരസഭ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ 50 വർഷമായി കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് സംഘടന. 50 വർഷത്തെ നിങ്ങളുടെ പ്രയത്നത്തിൽ നിങ്ങളുടെ സേവന മനോഭാവവും ഉൾപ്പെട്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ കേരളത്തിലെ മുഴുവൻ ധീവരസഭാംഗങ്ങൾക്കും നന്മകൾ നേരുന്നു. താൻ ഇവിടെ വന്നത് അനുഗ്രഹം നൽകാനല്ല, നിങ്ങളിൽ നിന്നും അനുഗ്രഹം തേടാനാണ് വന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സമുദ്രത്തെയും നദികളെയും വെള്ളത്തെയും മറ്റുള്ളവർ വെറും വിഭവങ്ങളായി കാണുമ്പോൾ ധീവര സമൂഹം അമ്മയായാണ് കാണുന്നത്. മത്സ്യത്തൊഴിലാളികൾ സമുദ്രം കാക്കുന്നവരാണ്. പ്രളയസമയത്ത് ഈ സമുദായത്തിന്റെ സേവന പ്രവർത്തനം ലോകം മുഴുവൻ കണ്ടതാണ്. അതാർക്കും വിസ്മരിക്കാനാകില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് മികച്ച പരിഗണന നൽകിയത് NDA സർക്കാരാണ്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടണം. അതിനായി വിവിധ പദ്ധതികളാണ് മത്സ്യത്തൊഴിലാളി സമുദായത്തിനായി നടപ്പാക്കിയത്. പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ചു. പ്രധാനമന്ത്രി മത്സ്യയോജന പദ്ധതി പ്രകാരം 1400 കോടി രൂപയാണ് കേരളത്തിന് മാത്രം നീക്കിവെച്ചത്. ഇതുമൂലമാണ് കേരളത്തിന്റെ മത്സ്യമേഖല വേഗത്തിൽ വളരുന്നത്. മത്സ്യത്തൊഴിലാളികളെ ശാക്തീകരിക്കാനായി വിവിധ സൊസൈറ്റികൾ വഴി ലക്ഷക്കണക്കിന് രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. കടലിൽ പോകുന്നവരുടെ സുരക്ഷയ്ക്കായും കേന്ദ്ര സർക്കാർ നടപടിയെടുത്തു. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ യുവാക്കൾ ബ്ലൂ ഇക്കോണമിയെ നയിച്ച് മത്സ്യ കയറ്റുമതിയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി സർക്കാർ ഗ്യാരണ്ടി നൽകി പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പരിവർത്തനത്തിൽ കൊച്ചി സാമൂഹ്യ പരിഷ്കരണത്തിന്റെ മണ്ണായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ മണ്ണിൽ നിന്നാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്വാഭിമാന പോരാട്ടത്തിന്റെ ശബ്ദമുയർത്തിയത്. അമൃതാനന്ദമയിയെയും പ്രധാനമന്ത്രി സ്മരിച്ചു. മാതാ അമൃതാനന്ദമയിയുടെ ജീവിതം നിസ്വാർത്ഥ സേവനത്തിന്റെ അത്ഭുതകരമായ ഉദാഹരണമാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കൊച്ചി നഗരത്തെ ആവേശത്തിലാഴ്ത്തുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. കലൂർ സ്റ്റേഡിയം കവാടത്തിന് മുന്നിൽ നിന്നുമായിരുന്നു മോദിയുടെ റോഡ് ഷോ. റോഡിൽ കാത്തുനിന്ന ആയിരക്കണക്കിന് BJP പ്രവർത്തകരെ പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്തു. തുടർന്ന് കലൂർ നെഹ്റു സ്റ്റേഡിയത്തിലെ വേദിയിൽ കേന്ദ്ര സർക്കാരിന്റെ 10,800 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ നിർവഹിച്ചു.